ഗലീലി പ്രവിശ്യയിലാണ് നസ്രത്ത് സ്ഥിതി ചെയ്യുന്നത്. തിരുക്കുടുംബത്തിന്റെ വാസസ്ഥലമായാണ് നസ്രത്ത് അറിയപ്പെടുന്നത്. ദൈവപുത്രനായ യേശുവിന്റെ ബാല്യകാലം മുഴുവൻ ഇവിടെയായിരുന്നു. നസ്രത്ത് എന്നാൽ പുഷ്പം എന്നാണ് അർത്ഥം. തിരക്കേറിയ വലിയ പട്ടണമാണ് നസ്രത്ത്. ഒരു കാലത്ത് യഹൂദർ മാത്രം വസിച്ചിരുന്ന ഇവിടെ 3-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് യഹൂദർ ക്രിസ്ത്യാനികളായി മാറാൻ തുടങ്ങിയത്. റോമൻ കത്തോലിക്കർ, കോപ്റ്റുകൾ, അർമേനിയക്കാർ, ഗ്രീക്ക് ഓർത്തഡോക്സുകാർ, മറോണേറ്റുകൾ തുടങ്ങിയ ക്രിസ്തീയ വിഭാഗക്കാർ ഇവിടെ വസിക്കുന്നു. ക്രിസ്ത്യാനികളും യഹൂദരും മുസ്ലിങ്ങളും നല്ല സൗഹാർദ്ദത്തിലാണ് ഇവിടെ കഴിയുന്നത്. മേരിയുടെ കിണർ. നസ്രത്തിലെ ഈ ദേവാലയം 3-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. എന്നാൽ 7-ാം നൂറ്റാണ്ടോടെ ഇത് തകർക്കപ്പെട്ടു. വീണ്ടും ദേവാലയം നിർമ്മിച്ചെങ്കിലും 12-ാം നൂറ്റാണ്ടോടെ അത് വീണ്ടും നശിപ്പിക്കപ്പെട്ടു. 2000 ആണ്ടിൽ നവീകരിച്ച ദേവാലയവും കിണറുമാണ് ഇപ്പോഴുള്ളത്. പരിശുദ്ധ അമ്മ കിണറ്റിൻകരയിൽ വെള്ളമെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത അറിയിച്ചു എന്നാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് പാരമ്പര്യം പറയുന്നത്. ആ കിണർ നിന്ന സ്ഥലം ഇപ്പോൾ ഒരു ദേവാലയമാണ്. ദേവാലയത്തിന്റെ ചുവരുകളിൽ ഭക്തിയും വിശ്വാസവും വളർത്തുന്ന മനോഹരമായ ഐക്കണുകൾ കാണാം. ഒട്ടേറെ തീർത്ഥാടകരാണ് ദിനംപ്രതി ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്. നസ്രത്ത് പട്ടണത്തിൽ വെള്ളം ലഭിക്കുന്ന ഒരു നീരുറവിയുടെ മുകൾ ഭാഗത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. മേരിയുടെ കിണർ എന്നറിയപ്പെടുന്ന ഈ കിണറ്റിലെ വെള്ളം വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകർ വീടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. നസ്രത്തിലെ മേരിയെ ദൈവദൂതൻ സന്ദർശിച്ച ഈ ദേവാലയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ മനുഷ്യവംശത്തിന് ദൈവം നൽകിയ അനുഗ്രഹമോർത്ത് ഏറെ സംതൃപ്തിയോടെയാണ് തീർത്ഥാടകർ പടിയിറങ്ങിയത്.